റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2025 ആണ്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 17 ഇന്ന്. ജനുവരി മാസം മുതൽ ഇന്ന് വരെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ സഹായിച്ച വിധങ്ങൾ, കർത്താവ് നമ്മളെ അത്ഭുതകരമായി പരിപാലിച്ച വിധങ്ങൾ, അത് വളരെ വലുതാണ്. ദൈവം നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം. കർത്താവ് നല്ല വസ്ത്രം തന്നു, ആഹാരം തന്നു, പാർക്കുവാൻ പാർപ്പിടം തന്നു. നമ്മുടെ യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. മരണം നമ്മളെ മുറിച്ച് കളയാമായിരുന്നു, രോഗം താളടിയേക്കാമായിരുന്നു. അവിടെയെല്ലാം ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ചു, നമ്മളെ കർത്താവ് സൂക്ഷിച്ചു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊന്ന് സ്തുതിക്കാം, അല്ലേ? കർത്താവിൻ്റെ മഹത്വം നമുക്ക് കരയേറ്റാം. ഇന്ന് ഒരല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ചാണ്. മരണം എന്നത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ്, ഇന്നും ഭയമാണ്. മരണ വീട്ടിൽ പലരും പോകാറില്ല. മരിച്ചവരുടെ മുഖം പോലും ചിലർ നോക്കാറില്ല. കാരണം അവരുടെ മൈൻഡിൽ അത് പിന്നെയും വരും, അവരെ ഭയപ്പെടുത്തും എന്നുള്ള ഒരു ചിന്ത അവരെ ഭരിക്കുന്നത് കൊണ്ട് അവർ ആ മരിച്ച ആളിൻ്റെ മുഖത്തേക്ക് നോക്കാറില്ല. പോയി നിന്നിട്ട് അവിടെ ഓഡിയൻസിനെയൊക്കെ കണ്ടിട്ടിങ്ങി പോരും. ചിലർ ബോഡി എടുത്തതിന് ശേഷമേ ആ വീട്ടിൽ പോകാറുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിൽ പലരും നല്ല പ്രിഫറൻസ് കൊടുക്കും മരണത്തിന്. എങ്ങനെയെങ്കിലും കഷ്ടം സഹിച്ചായാലും ആ മരണ വീട്ടിൽ പോകണം, ആ ബാഡി അടക്കം ചെയ്യുമ്പോൾ നമുക്ക് ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് പലരും അവിടേക്ക് കടന്നു പോകാറുണ്ട്. അവിടെ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ കാര്യം. ഒരു അനുശോചനമാണെങ്കിൽ പോലും ഒന്ന് പറയാൻ കിട്ടിയെങ്കിൽ വലിയ സന്തോഷം. അവരവിടെ പറഞ്ഞിട്ടേ വരികയുള്ളൂ. അങ്ങനെ ചിലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കുഞ്ഞുങ്ങളെ, ഇതൊന്നും അല്ല വിഷയം. മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സത്യം. മരണം നിശ്ചയമാണ്. കാരണം ജനനമുണ്ടെങ്കിൽ നിശ്ചയമായി മരണം ഉണ്ട്. ഒരു കാര്യം നാം ഓർക്കേണ്ടുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിന് ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും ഇല്ല. പിന്നെയോ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. എല്ലാവരും ഒരു നാൾ മരണത്തിൻ്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടവരാണ്. നമുക്ക് ആ മരണത്തിൽ നിന്ന് ഒഴിവാകുവാൻ കഴിയത്തില്ല. അപ്പോൾ മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. മരണത്തിനപ്പുറത്തും ഒരു നിത്യത ഉണ്ട് എന്ന യാഥാർത്ഥ്യം കുഞ്ഞുങ്ങളെ എല്ലാവരും അറിഞ്ഞിരിക്കണം. എബ്രായ ലേഖനം 9 അധ്യായത്തിൻ്റെ 27 വാക്യം ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, മരണത്തിന് ശേഷമായി ഒരു ന്യായവിധിയുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരിച്ചു തീർന്നു എന്നല്ല. നമുക്കാർക്കും തന്നെ ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുവാൻ കഴിയത്തില്ല. അല്ലെ, ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്താലൊന്നും അവിടെ ചെല്ലത്തില്ല, അതൊന്നും അവിടെ പാസ്സാകത്തില്ല. ഈ ലോകത്തിൽ വേണമെങ്കിൽ നമുക്കൊരു കഷ്ടമോ പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആരുടെയെങ്കിലും ഒരു ലെറ്ററോ ഒരു വാക്കോ ഒരു ഫോൺ കോളൊക്കെ മതി ചില ഘട്ടങ്ങളിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ. പക്ഷേ ഇവിടെ ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല. ആകയാൽ കുഞ്ഞുങ്ങളെ, നാം ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിനായി ജീവിക്കണം. മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. അതാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടുന്നത്. ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശയും അത് തന്നെ ആയിരിക്കണം. മരിക്കുന്നത് ലാഭമാണ്. എന്തുകൊണ്ടാണ്? അവൻ മരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിലാണ് മരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരു നിത്യത ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം അറിഞ്ഞിരിക്കണം. ആ നിത്യതയുടെ ഓഹരിക്കാരായി തീരുവാൻ വേണ്ടി നാം എല്ലാവരും പ്രത്യാശയോടെ ജീവിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നാം അതിനായി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരണം. മരണം ഒരു മനുഷ്യന് ഏത് നേരത്തുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വരും. അതൊരു പക്ഷേ യാത്രയിലാവാം, നാം ഉറങ്ങുന്ന സമയമാവാം, നാം ജോലി ചെയ്യുന്ന ഒരു സമയമാകാം,
നാം പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മരണം കടന്നു വരുന്നത്. ആ മരണത്തെ അഭിമുഖീകരിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. എന്നാൽ ഏത് നിമിഷവും നാം മരിച്ചു എങ്കിൽ അതായത് ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ മരണം എന്നത് നാം ഒരു പ്രത്യാശ ഉളവാക്കുന്ന ഒരു കാര്യമാണ് ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു. ആ പാട്ടിൻ്റെ ഒന്ന് രണ്ട് ലൈൻ നമുക്ക് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അല്പം കൂടെ നമുക്ക് ചിന്തിക്കാം. കട്ടിലിൽ കിടക്കവയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ, കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ, കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ, എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ, എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്ത് കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ, കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ, എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ. പ്രൈസ് ലോർഡ്. പ്രിയത്തെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അപ്പോൾ മരണം എന്നത് ഏത് നിമിഷവും ഉണ്ട്. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവ് ക്രിസ്തുവിലാകുവാൻ നാം എന്ത് ചെയ്യണം? പരിശുദ്ധമായി ജീവിക്കണം. പരിശുദ്ധമായി ജീവിച്ച് നല്ല അന്ത്യം പ്രാപിക്കണം. പ്രത്യാശയുള്ളവർ ഏത് നിമിഷവും പാടും, പ്രാർത്ഥിക്കും. അവർ മരണത്തിന് പാടുന്ന പാട്ടും പാടും. അല്ലാതെ മരണത്തിന് പോകുമ്പം പ്രത്യേകിച്ച് പാട്ട് പാടി അത് ആ സമയത്ത് തന്നെ പാടുന്ന പാട്ടല്ല. മൂളിപ്പാടിക്കൊണ്ടേ പോവും ചിലർ. അങ്ങനെയാ പ്രത്യാശയുള്ളവർ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഹൃദയത്തിൻ്റെ ഉള്ളത്തിന് ആഴത്തിൽ നിന്ന് അവർ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാ പ്രത്യാശ നിറഞ്ഞവർ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ആത്മാവ് ക്രിസ്തുവിനോട് ചേരുമോ? ഇല്ല. നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചാൽ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിലേക്ക് പോകുകയില്ല. ആകയാൽ ന്യായവിധി ഉണ്ട്, അത് നിശ്ചയമാണ്. വെളിപ്പാട് പുസ്തകം 22:12 വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ആകയാൽ കുഞ്ഞുങ്ങളെ, നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളത് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക ഫലം ഉണ്ട്. ആകയാൽ കുഞ്ഞുങ്ങളെ, ഏത് സമയത്തും മരണം നമ്മുടെ മുൻപിലുണ്ട്. മരിച്ചതിന് ശേഷം അയ്യോ അവിടുത്തെ അച്ചായൻ നല്ല മനുഷ്യനായിരുന്നു, അമ്മച്ചി നല്ല ഒരു അമ്മച്ചിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെള്ളം പിടിക്കുന്നവനെയും കണ്ട അച്ചായൻ നല്ല അച്ചായനാണെന്നാണ് പറയുന്നത്. തോന്നിവാസം നടക്കുന്ന വീട്ടുകാരനെയും പറയുന്നത് അയ്യോ വ്യവസായി നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. എത്രമാത്രം മോശമായ മ്ലേച്ഛമായ ഒരു ജീവിതമാണ് നയിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? ആകയാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ആത്മാവ് നിലயான ഒരിടത്തിൽ, സ്ഥിരമായ ഒരിടത്തിൽ ക്രിസ്തുവിനോടുകൂടെ ചേരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പരിശുദ്ധത്തോടുകൂടെ ജീവിക്കണം. പാപത്തെ വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. മരണം ഏത് നിമിഷം വരട്ടെ, വന്നാൽ അത് കർത്താവിനോടുകൂടിയല്ലേ മരിച്ചു ചേരുന്നത്. ക്രിസ്തുവിലല്ലേ ഒരുവൻ മരിക്കുന്നെങ്കിൽ അവൻ്റെ ജീവൻ ക്രിസ്തുവിലാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടുകൂടെ, നമുക്ക് പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാമല്ലോ. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ നാളുകളായി നമുക്ക് മുൻപോട്ട് പോകാം.
ആകയാൽ കുഞ്ഞുങ്ങളെ, എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുക. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. മരണത്തിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളായി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിന് നിത്യ അവകാശികളായി തീരുവാൻ നാം ഓരോരുത്തരും അതിനായി നാം കാത്തിരിക്കുന്നവരായി തീരാം. നമുക്കതിനുവേണ്ടി ജീവിക്കാം, പരിശുദ്ധത്തോടുകൂടി ജീവിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും, കുഞ്ഞുങ്ങളടക്കം എല്ലാവരെയും കർത്താവ് സഹായിച്ച് മാനിക്കുമാറാകട്ടെ. നിങ്ങൾക്കാർക്കെങ്കിലും പ്രാർത്ഥന വിഷയമുള്ളവർ ദയവ് ചെയ്ത് സ്ക്രീനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. നിങ്ങളെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറുകൾ ഇടുക. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, റോസ് ഫാമിലിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്. 2 വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ പ്രാർത്ഥന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ സമാധാനമില്ലാത്തൊരു വ്യക്തിയാവാം, നിരാശയോടെ കഴിയുന്ന ഒരു വ്യക്തിയാവാം, ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് രാജാവായി വരാൻ പോകുന്നു. ആ രാജാവിനെ വരവേൽക്കുവാൻ നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്. നിൻ്റെ വിഷയങ്ങൾ മാറും. നിൻ്റെ അസമാധാനം മാറും. നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ജീവിതത്തിനകത്ത് പ്രത്യാശ ഉണ്ടാകും. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.